അനുമോൾക്ക് ഇത്രയും നാളായിട്ട് ലാലാട്ടനെ പേടി. കൂടുതലായി ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല. ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഈ ലാലാട്ടൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ കഴിഞ്ഞ ദിവസം. അപ്പം അനുമോള് കിടന്ന് പേടിക്കുവാണ്. അനുമോൾക്ക് പേടിച്ചുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല, സത്യമുള്ള കാര്യമാണ്. അതുതന്നെയല്ല, അതിലൊരു കാരണമുണ്ട്. ഈ നമ്മൾ ഔട്ടായ എന്ന് വെച്ചാൽ ലാലേട്ടൻ അനുമോളെ ഇന്നാക്കിയല്ലോ ശനിയാഴ്ച ഒരാളെ ഞാനിപ്പം സേവ് ആക്കുമെന്ന് പറഞ്ഞ് അനുമോടെ പേര് പറഞ്ഞ് അനുമോളെ ഇരുത്തി. അപ്പോൾ ആ സമയത്ത് അനുമോടെ പല്ലൊക്കെ പോകുന്നതാണ് ഒരുമാതിരി പേടിച്ച് പല്ലൊക്കെ കടന്ന് വിറയ്ക്കുവാണ്. അതൊരു എന്തോ ഒരു പേടിയാണ് ലാലേട്ടനെ കാണുമ്പോൾ അനുമോൾക്ക്. സത്യം പറയുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും ലാലേട്ടൻ തന്നെയാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാ അനുമോളെ കുറ്റം പറയും. എല്ലാ അനുമോടെ പക്കട്ട് കയറുകയും ചെയ്യും. ഒരു ചെറിയ നിസ്സാര കാര്യം, ഒരു ക്യാരറ്റ് വരെ എടുത്തെന്ന് പറഞ്ഞ് പുള്ളി അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്. മറ്റുള്ള മത്സരാർത്ഥികളോടൊന്നും പുള്ളി ദേഷ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ക്യാരറ്റ് എടുത്തെന്ന് പറഞ്ഞ് പേരിൽ അനുമോളിലെ ഒത്തിരിയായിട്ട് പുള്ളി ഭയങ്കരമായിട്ട് പുള്ളി ടോർച്ചർ ചെയ്യും. ഭയങ്കര ഇതൊക്കെ ആയിരിക്കും അനുമോൾക്ക് ലാലേട്ടനോട് ഇത്ര പേടി. വന്ന സമയത്ത് ലാലേട്ടനോട് അനുമോള് നല്ല ഇതായിട്ടാണ് നിന്നത്. പക്ഷെ ഇപ്പൊ ലാലേട്ടൻ അനുന്ന് വിളിക്കുമ്പോഴേ അനുമോള് പേടിക്കുവാണ്. എന്താണ് പുള്ളിയുടെ വായിന്നല്ല, പുള്ളി എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങ് പേടിക്കുവാണ്. ഇത്രയും എപ്പിസോഡായിട്ട് നെവിനൊക്കെ ആണെങ്കിൽ ലാലേട്ടന് മുന്നിൽ കുട്ടിത്തവും തമാശകളിയും എന്തെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അനുമോൾക്ക് അതല്ല, ഭയങ്കര പേടിയാണ്. അനുമോളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനുമോളെ കാണുമ്പോൾ തന്നെ അനുമോൾ പേടിച്ചങ്ങോട്ട് ഇതാവുക. ഇത്രയും പേടിയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ തന്നെ ലാലേട്ടന് പുള്ളി ഒരു നമ്മളെല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ലാലേട്ടൻ മമ്മൂക്കയാണ്. അതിപ്പോൾ മമ്മൂക്കയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ലാലേട്ടൻ്റെ കാര്യമാണ് പറഞ്ഞത്. ലാലേട്ടനോട് നമ്മുടെ സിനിമയുടെ എന്നുള്ള റെസ്പെക്റ്റ് ഉണ്ട്, തിയേറ്ററായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിന്നുണ്ട്. പക്ഷെ എന്തിനാണ് പേടിക്കുന്നത്? പക്ഷെ അനുമോൾക്ക് ഭയങ്കര വേറൊന്നുമല്ല, അവരെ കുറ്റം പറയാനും ഇതില്ല. അനുമോള് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ലാലേട്ടൻ അനുമോടെ വെക്കട്ട് കയറുന്നുണ്ടായിരുന്നു. അത് നമ്മളെപ്പോഴും കാണുന്ന ഒരു എപ്പിസോഡാണ്. പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ എന്തിനാണ് ഈ അനുമോളെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ. അവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത് അക്ബർ, നെവിൻ, ജിസൈല്, അപ്പാനി ഇവരുടെ ഒന്നും മെക്കട്ട് കയറിയല്ലായിരുന്നു. അപ്പം അനുമോട് തെറ്റ് ചെയ്തില്ലേലും ഇവരുടെ അനുമോടെ മേലെ മെക്കട്ട് കയറും. അപ്പോൾ ആ കുട്ടിക്കൊരു പെൺകുട്ടിയാണല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു പിടിച്ചു നിൽക്കാനുള്ള പറ്റത്തില്ല. അപ്പം അതുകൊണ്ടൊക്കെ ലാലേട്ടൻ ഭയങ്കര പേടിയുണ്ട് അനുമോക്ക്. ഇപ്പം പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ അനുമോളെ എന്ന് വിളിക്കുമ്പോൾ ഏറ്റിട്ട് ഒരു പേടിച്ചാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലാലേട്ടനെ വായു നല്ല, ലാലേട്ടൻ ഇനി വഴക്ക് പറയുമോ, ഇനി എന്താണ് ലാലേട്ടൻ പറയാൻ പോകുന്നത് എന്നൊക്കെ ഒരു ഭയങ്കര ഇതുണ്ട് പുള്ളിക്കാരിക്ക് അനുമോൾക്ക്. വേറെ ആർക്കും നെവിനൊക്കെ ലാലേട്ടനെ മുന്നിൽ കിടന്ന് എന്തെല്ലാം പറയുന്നുണ്ട്, എന്തെല്ലാം ഒരു റെസ്പെക്റ്റും ഇല്ല. ആരിനൊക്കെ ഒരു റെസ്പെക്റ്റും ഇല്ലാത്തയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അനുമോളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനുമോൾക്ക് ഭയങ്കര പേടിയാണ് ലാലേട്ടൻ. എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ ഉടനെ ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം.